തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. താനൂർ, തിരൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് തിരൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മാണം പൂർത്തിയാക്കിയ പനമ്പാലം പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കായിക, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. താനൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ മീശപ്പടി കൊട്ടിലത്തറ റോഡിന്റെയും തിരൂർ പൊന്മുണ്ടം ബൈപ്പാസ് 4ാം റീച്ചിന്റെയും ഉദ്ഘാടനവും മീശപ്പടിയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 13.39 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പനമ്പാലം പാലത്തിന് 104 മീറ്റർ നീളമുണ്ട്. 26 മീറ്റർ നീളത്തിലുള്ള 4 സ്പാനുകളിലായാണ് നിർമ്മാണം. പയ്യനങ്ങാടി ഭാഗത്ത് 172 മീറ്ററും പുത്തനങ്ങാടി ഭാഗത്ത് 64 മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡുകളുടെയും അനുബന്ധ സംരക്ഷണ ഭിത്തി, ഡ്രൈനേജ്, കല്ലുങ്കൽ, പാലത്തിന്റെ പെയിന്റിംഗ്, റോഡ് ടാറിംഗ്, സൈൻ ബോർഡ്, ട്രാഫിക് സേഫ്റ്റി പ്രവൃത്തികളും അടങ്ങിയതാണ് നിർമ്മാണം. കെൽട്രോൺ മുഖേന ലൈറ്റുകൾ സ്ഥാപിക്കുന്ന 19.98 ലക്ഷം രൂപയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ 9, 10 വാർഡുകളിലൂടെ കടന്നുപോകുന്നതാണ് മീശപ്പടി കൊട്ടിലത്തറ റോഡ്. 1.5 കിലോമീറ്റർ നീളത്തിൽ 8 മീറ്റർ വീതിയിൽ 5 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 4 മീറ്റർ വീതി ഉണ്ടായിരുന്ന ഈ റോഡ് 8 മീറ്റർ വീതിയിൽ നിർമ്മിക്കുവാൻ 74 ഭൂവുടമകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. തിരൂർ പുഴയ്ക്ക് കുറുകെ കൊട്ടിലത്തറ മനക്കടോ പാലം നിർമ്മാണം പൂർത്തിയായാൽ ബംഗ്ലാംകുന്നിൽ നിന്നും തിരൂർക്കുള്ള എളുപ്പവഴി കൂടിയാകും ഈ പാത. 1.5 കിലോമീറ്റർ നീളത്തിൽ പൊന്മുണ്ടം മുതൽ ബംഗ്ലാംകുന്ന് വരെയുള്ള ബൈപ്പാസിന്റെ 4ാം റീച്ച് 2 കോടി ചെലവിലാണ് BMBC ചെയ്ത് നവീകരിച്ചത്. 11 മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത്. നേരത്തെ കഷ്ടിച്ചൊരു വണ്ടിക്ക് കടന്നു പോകാൻ സാധിക്കുന്ന പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വീതിയുള്ള പാലം സാധ്യമായിരിക്കുകയാണ്. പാലത്തിൻ്റെ പ്രവൃത്തി വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നാൽ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് തണ്ണീർത്തട നിയമപ്രകാരമുള്ള അനുമതി ലഭ്യമാക്കേണ്ടതിനാൽ വൈകുന്ന സാഹചര്യമുണ്ടായി. ആ നിയമപ്രകാരമുള്ള അനുമതി ലഭ്യമായപ്പോൾ പ്രവൃത്തി പുനരാരംഭിക്കുവാൻ സാധിച്ചു. അതിന് പ്രത്യേകമായി ഈ നാട്ടുകാരോട് സർക്കാർ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭൂമി മുൻകൂറായി വിട്ടു നൽകാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായി. അത് തുറന്നു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ആഘോഷമാണ്. 2021 മെയ് 20 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി. ഭരണാനുമതി കിട്ടിയ പ്രവൃത്തികൾ പെട്ടെന്ന് സാങ്കേതിക അനുമതി കിട്ടാനും, സാങ്കേതിക അനുമതി കിട്ടിയത് അനന്തമായി ടെൻഡർ സ്റ്റേജിലേക്ക് പോകാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനും, ടെൻഡർ സ്റ്റേജ് കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിച്ച പാലങ്ങളുടെ ചില പ്രവൃത്തി മെല്ലെപ്പോക്കിനെ ഇല്ലാതാക്കാൻ എല്ലാ മാസവും പാലങ്ങൾ മാത്രം അജണ്ട വെച്ചുള്ള പരിശോധന സർക്കാർ നടത്തി. 5 വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കണം എന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. അതായത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് നിശ്ചയിച്ചത്. ആ ലക്ഷ്യം 3.25 വർഷം കൊണ്ട് തന്നെ 100 പാലം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു. ഇതിലെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് 150-ലധികം പാലം 2021-26 കാലയളവിൽ നാടിന് സമർപ്പിക്കുന്ന നിലയിലേക്ക് എത്തിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചെന്നോത്ത്, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി, പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജിറ കുണ്ടിൽ, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT നാസർ, പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമ്മർ ഹാജി പോക്കാട്ട, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CH അബ്ദുൽ ഗഫൂർ, പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പഞ്ചായത്ത് പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.